നമസ്കാരം. പ്രണീനവ് തുടങ്ങുന്നു പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ് ഡി മണി എന്ന SIT. ഇയാളെ ഇന്ന് ചോദ്യം ചെയ്യും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താൻ പണവുമായി സംഘം ഇപ്പോഴും കറങ്ങുന്നുവെന്ന് വ്യവസായി SITക്ക് നൽകിയ മൊഴിയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം ജയിലിലെത്തി ചോദ്യം ചെയ്യുന്നു. തൃശൂർ കോർപ്പറേഷൻ മേയറായ ഡോക്ടർ നിജി ജസ്റ്റിനെയും ഡെപ്യൂട്ടി മേയറായ A. പ്രസാദിനെയും തിരഞ്ഞെടുത്ത് കോൺഗ്രസ്. എല്ലാവരുടെയും കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. തൃശൂരിന്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി കൂട്ടായി പ്രവർത്തിക്കുമെന്ന് നിയുക്ത മേയർ. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം പകർന്ന് ഇന്ന് ക്രിസ്മസ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രാർത്ഥനയിലും ആഘോഷത്തിലും. കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിലും തിരുപ്പിറവി കർമ്മങ്ങളും പാതിരാ കുർബാനയും. യുപിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെയുണ്ടായ അതിക്രമങ്ങളിൽ പ്രതികരിച്ച ഓർത്തഡോക്സ് സഭ നാടിന്റെ അന്തസത്ത അഹിംസയുടേതാണ്, അക്രമത്തിന്റേതല്ലെന്ന് ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ്. നേതാക്കൾ ക്രൈസ്തവരെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ മറുവശത്ത് പ്രവർത്തകർ ക്രൈസ്തവരെ ഉപദ്രവിക്കുന്നുവെന്ന് ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറോസ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വൻ കവർച്ച. ക്രിസ്മസ് ആഘോഷത്തിന് പള്ളിയിൽ പോയ കുടുംബത്തിന്റെ വീട്ടിൽ നിന്ന് 60 പവനിലധികം സ്വർണം കവർന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ് ഡി മണി എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇയാളെ ഇന്ന് ചോദ്യം ചെയ്യും. അതേസമയം കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം ജയിലിലെത്തി ചോദ്യം ചെയ്യുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച ഡി മണിയെ തിരക്കി കേന്ദ്ര ഇന്റലിജൻസും അന്വേഷണം നടത്തുകയാണ്. പ്രവാസി വ്യവസായി ആരോപിച്ച ഡി മണി തമിഴ്നാട് ദിണ്ടിക്കൽ സ്വദേശി ബാലമുരുകനാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇടനിലക്കാരനായ വിരുദാനഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായിയിലൂടെയാണ് SIT സംഘം ഡി മണിയിലേക്ക് എത്തുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നത്. പുരാവസ്തുക്കൾ അടിച്ചുമാറ്റാൻ ശ്രമം കടകംപള്ളി മന്ത്രിയായ കാലം മുതലേ ഉണ്ടെന്നും അതിന്റെ തുടർച്ചയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന രൂക്ഷ വിമർശനവും ചെന്നിത്തല ഉയർത്തി. അതേസമയം പ്രവാസിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു. ഡി മണിയും സംഘത്തെയും പരിചയപ്പെടുത്തിയത് ജയലളിതയുമായി ബന്ധമുള്ളവരാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താൻ പണവുമായി ഇപ്പോഴും സംഘം കറങ്ങുന്നുവെന്നും വ്യവസായിയുടെ മൊഴിയിലുണ്ട്. രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘത്തിന് ശബരിമലയിലെ വസ്തുക്കൾ പോറ്റി ഇടനില നിന്ന് വിറ്റെന്നായിരുന്നു പ്രവാസി വ്യവസായിയുടെ മൊഴി. 2019-20 കാലത്ത് ഡി മണി എന്ന ആൾക്ക് വിഗ്രഹങ്ങൾ വിറ്റെന്നായിരുന്നു പ്രവാസി SITക്ക് നൽകിയ മൊഴി. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. രജീഷ് നരിക്കുനുണ്ട് വിശദാംശങ്ങളുമായി. രജീഷ്, ഈ തട്ടിപ്പിന്റെ വല്ലാത്ത കുറെ കഥകളാണല്ലോ ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഒരു ഘട്ടത്തിൽ ഡി മണി എന്നൊരാൾ ഉണ്ടോ എന്നുള്ള പോലും SITക്ക് സംശയമുണ്ടായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ബാലമുരുകനാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്കൊക്കെ SIT സംഘം എത്തുന്നത്. ഇതിൽ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ മൊഴിയും വലിയ നിർണായകമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ ഒരു തട്ടിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത്? ഇത് ഡി മണി ഡയമണ്ട് മണിയാണെന്നൊരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. യഥാർത്ഥ പേര് ബാലമുരുകനാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ സംഘവും ഈ ബാലമുരുകനും അല്ലെങ്കിൽ ഡി മണി എന്ന് പറയുന്ന ആളുമായി ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു. ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്കൊക്കെ ഇനി പക്ഷേ കടക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇടനിലക്കാരനായി വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി ഈ നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞനുസരിച്ച് ഒരു പ്രവാസിയുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇതിലാണ് ഡി മണിയുമായുള്ള ബന്ധം, ഇത്തരത്തിൽ വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ട ആളുടെ ബന്ധങ്ങളൊക്കെ തന്നെ വ്യക്തമാകുന്നത്. അതനുസരിച്ചാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഈ മൊഴിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഡി മണിയും സംഘത്തെയും പരിചയപ്പെടുത്തിയത് ജയലളിതയുമായി ബന്ധമുള്ളവരാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താൻ പണവുമായി ഇപ്പോഴും സംഘം കറങ്ങുന്നുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത്. രാജ്യാന്തര വിഗ്രഹ കടത്ത് സംഘത്തിന് ശബരിമലയിലെ വസ്തുക്കൾ പോറ്റി ഇടനിലക്കാരനായി നിന്ന് വിറ്റിരുന്നു എന്നാണ് പ്രവാസി ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിരിക്കുന്നത്. 2019-2020 കാലത്തിലാണ് ഡി മണി എന്നയാൾക്ക് വിഗ്രഹങ്ങൾ വിറ്റുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവാസി SIT സംഘത്തിന് മുമ്പിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഡി മണി കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ മറ്റു ഇടനിലക്കാർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ ജയിലിനകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ദേവസ്വം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ചെയ്യാനിരിക്കുകയാണ്. അതിലൊരു വ്യക്തത വരുത്താനും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള സംശയങ്ങൾ ദൃഢീകരിക്കാനും വേണ്ടിയിട്ടുമാണ് ഇപ്പോൾ പോറ്റിയുമായുള്ള ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണ സംഘം. എന്തായാലും അതിന്റെ ഒരു വിവരങ്ങൾ കൂടി അടിസ്ഥാനത്തിലായിരിക്കും നാളെ ദേവസ്വം വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായുള്ള ഒരു ചോദ്യം ചെയ്യലും ഒക്കെ അന്വേഷണ സംഘം നടത്തുക. കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇനി കൂടുതൽ കടക്കാൻ തന്നെയല്ലേ സാധ്യതയുള്ളത്? കാരണം ഈ ശബരിമല ക്ഷേത്രത്തിൽ മാത്രമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രം പോലും ഇവർ ലക്ഷ്യം വെച്ചിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് എത്ര വലിയൊരു സംഘമായിരുന്നു, എത്ര വലിയൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാവുകയല്ലേ? തീർച്ചയായും. കാരണം ഇത് ശബരിമലയിൽ തുടങ്ങി മറ്റു അമ്പലങ്ങളിലെ വിഗ്രഹമോഷണങ്ങളിലേക്ക് കൂടി അന്വേഷണം എത്തുന്നു എന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിന് ഉദാഹരണമാണ് ശബരിമലയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ശബരിമലയിലെ വിഗ്രഹങ്ങൾ ഇത്തരത്തിൽ മോഷ്ടിച്ച് അതിനുള്ള ശ്രമം നടത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യവസായി നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ മാത്രമല്ല, കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട അമ്പലങ്ങളിലും ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ വിഗ്രഹങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഏതൊക്കെ ശ്രമങ്ങൾ നടത്തിയടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിലുള്ള അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് നിലവിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തു, മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ട അന്തർ സംസ്ഥാന ബന്ധമുള്ള ഈ വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഡി മണി എന്ന് പറയുന്ന ഡയമണ്ട് മണിയുടെ അന്വേഷണം എത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ശരി, രജീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോൺഗ്രസ് വക്താവ് അനൂപ് VR ടെലിഫോൺ ലൈൻ ചെയ്തു. നമസ്കാരം ശ്രീ അനൂപ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോടതിയുടെ ഒരു ഇടപെടലിൽ എത്ര വലിയ ഒരു കൊള്ള സംഘത്തിൻ്റെ അല്ലെങ്കിൽ എത്ര വലിയൊരു കള്ളത്തരത്തിൻ്റെ ഒക്കെ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്? ഇപ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ മൊഴി കൂടി ഇതിൽ വളരെ പ്രധാനമായിരുന്നു. അതിൻ്റെ ഒരു ചുവട് വെച്ചാണ് ഇപ്പോൾ SIT സംഘം ഒരു ഡി മണി എന്നൊരാളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ശബരിമല ക്ഷേത്രം മാത്രമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രം പോലും ഇവർ ലക്ഷ്യം വെച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത്ര എളുപ്പമാണോ ഈ കൊള്ള സംഘത്തിന് ഇത്രയും വലിയ ക്ഷേത്രങ്ങളിലേക്കൊക്കെ കയറാനും ഈ സ്വർണ്ണ ഉരുപ്പടികളെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനും എന്നുള്ളൊരു ചോദ്യം സാധാരണക്കാർ പോലും ചോദിക്കുകയാണ്. നമ്മൾ തമാശയ്ക്ക് പറയുമായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ അയ്യപ്പൻ പോലും അവിടെ കാണില്ല. അത് ഏറെക്കുറെ സത്യമാകുന്ന ചില വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ എത്ര പേരുടെയൊക്കെ സഹായം ഇതിൽ ലഭ്യമായിട്ടുണ്ടാകും എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു വ്യക്തത ഇനി വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അവിടെ പുറത്തു വരുന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും അമ്പലത്തിലെ സ്വർണ്ണ അപഹരിക്കുന്നതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്ന് മാത്രമല്ല, മറിച്ച് അന്താരാഷ്ട്ര മാനങ്ങളുള്ള, അന്താരാഷ്ട്ര വേരുകളുള്ള ഒരു അധോലോക സംഘമാണ് ശബരിമലയിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമായിരിക്കുകയാണ്. അതിന്റെ തെളിവുകളാണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തല അടക്കം കൈമാറിയത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതിന് കൂടുതൽ വ്യക്തത വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരം കൊള്ളയ്ക്ക് കൂട്ടുന്ന അവരുടെ രാഷ്ട്രീയ ബന്ധം, അതിന് പിന്തുണ നൽകിയ ഭരണ നേതൃത്വം, അതൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പിന്നെയാണ് ഈ വ്യവസായികൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള വലിയ മാഫിയ സംഘത്തിനെയൊക്കെ പിടികൂടുന്നുണ്ടാകും. പക്ഷേ അവർക്ക് സഹായം ചെയ്തത് ഒരു പക്ഷേ അല്ലെങ്കിൽ ഉറപ്പായും ഈ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ആളുകളാണല്ലോ. അവരിലേക്കൊക്കെ ഈ അന്വേഷണം എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? അതെ, ഈ അന്വേഷണം പോലും സാധ്യമായത്, കാര്യങ്ങൾ ഇവിടെ വരെ ഇങ്ങനെ എത്തിയത് താങ്കൾ തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട കോടതിയുടെ സൂപ്പർവിഷൻ മോണിറ്ററിംഗ് അതിലുണ്ടായതുകൊണ്ടാണ്. തീർച്ചയായും ഒരു ഘട്ടത്തിൽ കോടതി തന്നെ പറഞ്ഞു അന്വേഷണം ചില സ്ഥലങ്ങളിൽ തടസ്സപ്പെട്ടു നിൽക്കുന്നുവെന്ന് കോടതിയുടെ തന്നെ നിരീക്ഷണമുണ്ട്. തീർച്ചയായും കോടതിയുടെ ഇടപെടൽ ഉള്ളതുകൊണ്ട് സാധ്യമായി. തീർച്ചയായും ഇനിയും കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും. ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം വിവരങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. തീർച്ചയായും ഇത് കോടതിയുടെ മേൽനോട്ടത്തിലാണ് സാധ്യമായത്. ഇനിയും കാര്യങ്ങൾ പുറത്തുവരിക തന്നെ ചെയ്യും. ഇത്തരമൊരു പുറത്തുനിന്നുള്ള കുറച്ച് ആളുകൾക്ക്
അങ്ങനെ ഓടി വന്ന് ശബരിമലയിൽ എന്തെങ്കിലും അപഹരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും കരുതുന്നില്ല. തീർച്ചയായും അവിടെ നിന്നുള്ള അതിന്റെ നിയന്ത്രണാധികാരമുള്ള ആളുകളുടെ, അവരെയും നിയന്ത്രിക്കുന്ന ആളുകളുടെ പരിപൂർണമായ പിന്തുണയുണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്നതാണ്. അത് തന്നെയാണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പ്രതികരിച്ചപ്പോൾ പറഞ്ഞതുപോലെ അന്വേഷണം ഒക്കെ അട്ടിമറിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സംശയമുണ്ടോ? അട്ടിമറിക്കാനുള്ള പരിശ്രമം നടന്നിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോടതിയുടെ ഒരു ഇനിഷ്യേറ്റീവ്, കോടതിയുടെ ഒരു മുൻകൈ ഉള്ളത് കൊണ്ടാണ് അന്വേഷണം ഇത്രയെങ്കിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ശരി, വളരെ നന്ദി ശ്രീ അനൂപ് VR പ്രതികരിച്ചതിന്. എന്തായാലും അന്വേഷണം കൃത്യമായി തന്നെ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് കൂടി അന്വേഷണം, SITയുടെ അന്വേഷണം കടക്കുന്നു എന്നുള്ളത്. ഇത് ഒരു വലിയൊരു മാഫിയ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിലുള്ള ഓരോ തെളിവുകളാണ് ഓരോ ദിവസം പുറത്തു വരുന്നത്. ഇതിൽ രമേശ് ചെന്നിത്തലയാണ് ഇതിൽ ഇങ്ങനെ ഒരു സംശയം ഉന്നയിച്ചിരുന്നത്. ഒരു വ്യവസായി ഇതിൻ്റെ പിന്നിലുണ്ട്, ഈ സ്വർണ്ണ ഉരുപ്പടികൾ ആക്രിക്ക് നൽകിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഡി മണിയിലേക്ക് എത്തുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നു. ഇപ്പോൾ റിട്ടയർഡ് SP സുഭാഷ് ബാബു ടെലിഫോൺ ലൈൻ ചെയ്തിരുന്നു. നമസ്കാരം ശ്രീ സുഭാഷ് ബാബു. ഈ SITയുടെയൊക്കെ അന്വേഷണം ശബരിമല കൊള്ളയിൽ നടക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ, കൂടുതൽ ആളുകൾ ഈ ഒരു കഥയിൽ കൂടുതൽ കഥാപാത്രങ്ങളൊക്കെ ഓരോ ദിവസം വരികയാണ്. അത്തരത്തിലുള്ള അന്വേഷണം ഒരു വഴിക്ക് പോകുമ്പോഴും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ ഈ സംഘത്തെയൊക്കെ ശബരിമല പോലൊരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ച കുറച്ച് ആളുകൾ കൂടി ഉണ്ടല്ലോ. അവരൊക്കെ ഇപ്പോഴും കാണാമറയത്ത് തന്നെ നിൽക്കുകയാണ്. അവരിലേക്ക് കൂടി അന്വേഷണം എത്തുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാമോ? അതിനുള്ള സാധ്യത നമ്മൾ കാണണമല്ലോ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ ശബരിമല ആശ്രയിച്ച്, ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയെ ആശ്രയിച്ചിട്ട് എടുക്കപ്പെട്ട കേസുകളിലാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ചില വിവരങ്ങൾ അറിയുന്ന ചില സാക്ഷികൾ, അതായത് വിദേശി വ്യവസായിയായ ഒരു വ്യക്തി പറയുകയും അതിനെ തുടർന്നുള്ള അന്വേഷണം നടക്കുകയാണ്. അതിനാണ് ഈ മാലമുരുകൻ എന്ന് പറയുന്ന, ഡി മണി എന്ന് പറയുന്ന ആ വ്യക്തിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും അദ്ദേഹത്തിന് മൊഴി രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം പോറ്റിയും അതേമാതിരി തന്നെ മുരാരി ബാബുവിനെ മറ്റാളുകളെയൊക്കെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം അവര് എത്രമാത്രം പിന്നെ ഈ ദേവസ്വം ബോർഡിനെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നേതൃത്വത്തിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ടിരുന്നു, ആരുമായിട്ടാണ് ബന്ധം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം ഇവിടെ വന്നിട്ട് വലിയ ഒരു സംഖ്യ കൈമാറി എന്നൊക്കെ ഉള്ള തെളിവുകളാണല്ലോ പുറത്തു വരുന്നത്. നമുക്ക് അതിന്റെ വസ്തുത നിജസ്ഥിതി എന്താണെന്ന് അറിയില്ല. എന്തായാലും എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം. അതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ അന്വേഷിച്ചിട്ട് ഈ വ്യക്തികളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആ വ്യക്തിയെ കണ്ട് ചോദിക്കുകയും ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റാളുകളെ ചോദിക്കുകയും അത് തെളിവിലേക്ക് കൊണ്ടുവന്ന് ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ഉന്നത സ്ഥാനീയരായ ദൈവതുല്യർ എന്ന് പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട സംരക്ഷണം ഇതുവരെ നൽകിയിരിക്കുന്ന ആളുകളിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. പക്ഷെ പുരാവസ്തുക്കള് അങ്ങനെ കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് അന്വേഷണത്തില് SITയുടെ പരിധിയിൽ നിൽക്കില്ല. അതിന് വേറെ മറ്റു രീതിയിലുള്ള അന്വേഷണങ്ങളാണ് ആവശ്യം. അത് സെൻട്രൽ ഏജൻസികളായിരിക്കും കൂടുതൽ ഫലപ്രദമായി ചെയ്യാൻ കഴിയുക. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. എന്തായാലും നമുക്ക് ആശാവഹമായ പുരോഗതി ഇതിനകത്തിലുണ്ടെന്നും ഈ ബന്ധപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ ഇപ്പോഴും ആകാംക്ഷയോടുകൂടി സംശയ മുനയിൽ നിൽക്കുന്ന പല ആളുകളിൽ ചില ആളുകളെങ്കിലും ഇതിനകത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അത് വരും എന്ന പ്രത്യാശ മാത്രമേ ഇപ്പോൾ നമുക്ക് പ്രകടിപ്പിക്കാവുള്ളൂ. 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ ഒരു ഏകദേശ രൂപം അറിയാൻ സാധിക്കുമെന്ന് തീർച്ചയായും നമുക്ക് വിശ്വസിക്കാം. ഇത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം ഇത് ഇതുവരെയും കേരള രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ തട്ടിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ പോലും വലിയ രീതിയിൽ ചർച്ചയായതാണ്. പല CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ പ്രതിയായ ഒരു കേസ് കൂടിയാണ്. അതിൻ്റെ ഒരു പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി നിറഞ്ഞതാണോ? കാരണം കൂടുതൽ പ്രതികൾ ഇതിനകത്തേക്ക് വരുന്നു, ഓരോരുത്തരിലേക്കും പോകുമ്പോൾ അവിടെ നിന്നും മറ്റൊരാളിലേക്ക് കൂടിയുള്ള തെളിവുകൾ ലഭ്യമാകുന്നു. അത്തരത്തിൽ വലിയൊരു കണ്ണി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിലേക്കൊക്കെ അന്വേഷണ സംഘം കടക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു വെല്ലുവിളി നിറഞ്ഞതല്ലേ?
പോലീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അന്വേഷണവും വെല്ലുവിളികളാണല്ലോ. കാരണം പോലീസ് ജയിക്കുമോ, കുറ്റവാളി ജയിക്കുമോ എന്നുള്ളത്, അതുപോലെ തന്നെ ജനത്തിനെ സംബന്ധിച്ചുള്ള പോലീസിന്റെ നടപടി അംഗീകരിക്കുമോ എന്ന് പറയുന്ന 3 പ്രധാന പ്രശ്നങ്ങളാണ് ഉള്ളത്. പിന്നെ 4ാമത് ഇത് തെളിവ് നിരത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ 4 പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് പോലീസ് ഓരോ കേസിലും നേരിടുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യയിലെങ്ങും പറഞ്ഞു കേൾക്കാത്ത, എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ പറഞ്ഞു കേൾക്കാത്താണ് രാഷ്ട്രീയ നേതൃത്വമായിട്ട് ഒരു വിശ്വാസിയുടെ മുതല്, അതല്ല ഒരു ഡയറ്റ്, അതായത് ദൈവത്തിന്റെ സ്വത്തായി അടിച്ചു മാറ്റുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം നമ്മൾ ഇതുവരെ കേട്ട് കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് വളരെ ഭയത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കും ആ ഭയം ഉണ്ടാവും. കാരണം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ കൂടുതൽ പ്രതിബന്ധങ്ങളുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്വാധീനങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും അവർക്ക് മൗനമെങ്കിലും പാലിക്കേണ്ടതായിട്ട് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നതിനുള്ള പ്രതിബന്ധത്തെ അതിജീവിച്ച് അവർക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും ശരി, കോടതിയുടെ സംരക്ഷണം ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിരുന്നാലും അതിന് പ്രതിബന്ധമുണ്ട്. അന്വേഷണം എന്തായാലും ഈ SIT-യിൽ നിന്ന് പുറത്തേക്ക് പോകാനും സെൻട്രൽ ഏജൻസിയിൽ പോകാനുള്ള സാധ്യത മാത്രമേ നമുക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയൂ. ശരി, വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബു പ്രതികരിച്ചതിന്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ ലോകത്ത് പോലും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയൊരു സ്വർണ്ണക്കൊള്ള തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇത് നാഷണൽ വൈഡ് തന്നെയായി ചർച്ച നടക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ശബരിമല പോലൊരു ക്ഷേത്രത്തിന് അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് രാജ്യം മുഴുവൻ. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു കൊള്ള സംഘത്തിനകത്ത് കയറി സ്വർണം മോഷ്ടിക്കാൻ കഴിയുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നത്. അതിൻ്റെ കൃത്യമായ ഉത്തരം, അതിൽ ആരൊക്കെ സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന് അതെല്ലാം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദ് ടെലിഫോൺ ചെയ്തിട്ടുണ്ട്. നമസ്കാരം ശ്രീ ഷാബു പ്രസാദ്. സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നമ്മൾ ഓരോ ദിവസവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ശബരിമല ക്ഷേത്രത്തിൽ മാത്രമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലും ഈ കൊള്ള സംഘം കയറാനുള്ളൊരു ശ്രമവും അല്ലെങ്കിൽ ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ ഇത് എത്ര വലിയൊരു ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത്, എത്ര വലിയ സംഘമാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് എന്നുള്ളതൊക്കെ ഞെട്ടലോടെ അല്ല നമുക്കിത് കേൾക്കാൻ കഴിയുമോ? അല്ല, എനിക്കിതിൻ്റെ അകത്ത് വലിയ ഞെട്ടലൊന്നുമില്ല. കാര്യം ഈ യാതൊരു ഈ ആത്മീയമായ കാര്യങ്ങളോടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനോടോ ഒന്നും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്തവർ ക്ഷേത്രവും ക്ഷേത്ര സ്വത്തുക്കളും ഭരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭരിക്കാൻ താല്പര്യം കാണിക്കുന്നത് എന്തിനാണ്? ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളാണ്, അത് ഇടിച്ച് കപ്പ നടണം എന്നൊക്കെ പറയുന്നവരുടെ പിൻഗാമികളും ഒക്കെ ഈ ക്ഷേത്രം ഭരിക്കാൻ, പ്രത്യേകിച്ച് സമ്പത്തുള്ള ക്ഷേത്രങ്ങൾ ഭരിക്കാൻ ഓടിയെത്തുന്നതിന്റെ കാരണം നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും തുടക്കം മുതൽ തന്നെ എനിക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഒരു ഞെട്ടലും ഉണ്ടാക്കില്ല. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. അത് ഇപ്പൊ ഈ ഞെട്ടുന്നവരാരാണ്? ഈ നാട്ടിലെ ഹിന്ദുക്കളാണ്. ഹിന്ദു ക്ഷേത്ര വിശ്വാസികളും ഭക്തരുമാണ്. അവരൊക്കെ തന്നെയല്ലേ ഇങ്ങനെയുള്ളവരെ അധികാരത്തിലെത്തിക്കുന്നതും വോട്ട് ചെയ്ത് ഇതിനൊക്കെയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതും. അതുകൊണ്ട് ഇത് ഒരു കാര്യം ആലോചിച്ചോളൂ. ഇതിപ്പം ഈ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം, ദേവതയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണവും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല. പക്ഷെ ഭക്തജനങ്ങൾ മനസ്സറിഞ്ഞ് ആ ഒരു സമർപ്പണത്തോടുകൂടി സമർപ്പിക്കുന്ന കാര്യങ്ങൾ അത് ആ ക്ഷേത്രത്തിന്റെയും അതിനോടനുബന്ധിച്ചുള്ള സമൂഹത്തിന്റെയും ഒക്കെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ഈ കൊള്ള ചെയ്തു കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല അയ്യപ്പന് സ്വർണം ആവശ്യമില്ല. പക്ഷെ ആ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ഈ പെരുങ്കള്ളന്മാരെ അയ്യപ്പൻ തന്നെ കുടുക്കി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. എനിക്ക് നിങ്ങൾ പറഞ്ഞതിൻ്റെ അകത്തോടെ ഒരു ഞെട്ടലും ഇതിൻ്റെ അകത്തില്ല, യാതൊരു ഞെട്ടലുമില്ല. ഇവരെയൊക്കെ അധികാരത്തിൽ എത്തിച്ചതും ഇവരെയൊക്കെ ഇതിനൊക്കെ അവസരമുണ്ടാക്കി കൊടുത്ത ഈ നാട്ടിലെ ഹിന്ദു ജനതയാണ് ഇതിന്റെ ഉത്തരവാദിത്വം. സ്വാഭാവികം ഇത് സംഭവിച്ചില്ലെങ്കിലേ എനിക്ക് ഞെട്ടലും അത്ഭുതവും ഒക്കെ ഉള്ളൂ.
ഇതിലിപ്പോൾ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഇത്തരത്തിൽ ഈ കൊള്ളസംഘമൊന്നും ഈ ക്ഷേത്രത്തിൽ, ഇത്രയും വലിയ ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയുമെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കൂടി പുറത്തു കൊണ്ടുവരണമല്ലോ. അതൊക്കെ SITക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? SITക്ക് കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. കാര്യം പറഞ്ഞാൽ SIT എന്ന് പറയുന്നത് എന്താണ്? SIT എന്ന് പറയുന്നത് കേരള പോലീസിന്റെ ഒരു പ്രത്യേക ടീമാണ്. അത് കോടതിയുടെ മേൽനോട്ടത്തിലാണ് എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംരക്ഷിക്കുന്ന രീതിയിലും സർക്കാരിന് കൂടുതൽ പരിക്ക് പറ്റാത്ത രീതിയിലും ഉള്ള ഒരു ബാലൻസിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും SITയും പെരുമാറുക. അവരെ ഇടയ്ക്കിടയ്ക്ക് കോടതി എടുത്തിട്ടൊന്ന് പെരുമാറും. അങ്ങോട്ട് ഇതിനെന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ആ രീതിയിലുള്ള പൂർണ്ണമായ റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ഇതിന്റെ അകത്തുള്ള കേന്ദ്ര ഏജൻസി CBIയും EDയും ഒക്കെ ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ അകത്ത് എന്തെങ്കിലും കാര്യം. അല്ലെങ്കിൽ ഈ പത്മകുമാർ ഈ പറഞ്ഞ ഇങ്ങനെയുള്ളവരിൽ മാത്രം ഒതുങ്ങി നിന്ന് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സംസാരിക്കാനും ചർച്ച ചെയ്യാനും വേറൊരു വിഷയം കിട്ടുന്നത് വരെ അതിങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ അതങ്ങ് മറക്കും. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു സ്വഭാവമാണത്. അതുവരെ ഇങ്ങനെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊക്കെ ഒന്ന് രോമാഞ്ചം അടിയിക്കാൻ വേണ്ടി കോടതിയിൽ നിന്നൊരു രൂക്ഷമായ വിമർശനം ഉണ്ടാകും. നമുക്ക് അപ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. വീണ്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി ഇതെങ്ങനെ പോവുകയുള്ളൂ. അല്ലാതെ ഈ SITയെ കൊണ്ട് കാര്യമായി എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ് പ്രതികരിച്ചതിന്. എന്തായാലും SITയുടെ അന്വേഷണം തുടരുന്നുണ്ട്. അതിൽ ഡി മണി എന്നുള്ള ഒരാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതിലേക്ക് കൂടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ചോദ്യം ചെയ്യലിലൂടെ ഇനി എന്തൊക്കെ പുതിയ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. ഇടവേള. വ്യവസായ നഗരമായ കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ഇനി വന്ദേ ഭാരത് യാത്ര നടത്താം. 26651, 26652 എന്നാണ് ട്രെയിൻ നമ്പറുകൾ. ആഴ്ചയിൽ 6 ദിവസമാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ബുധനാഴ്ച സർവീസ് ഇല്ല. നവംബർ 11 മുതലാണ് സർവീസ് തുടങ്ങുന്നത്. പുലർച്ചെ 5 മണിക്ക് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരിച്ച് എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 2:20 ബംഗളൂരുവിലേക്ക് പുറപ്പെടുന്നത്. രാത്രി 11 KSR ബംഗളൂരു സ്റ്റേഷനിലെത്തും. 11 സ്റ്റേഷനുകളിൽ മാത്രമാണ് വന്ദേ ഭാരതിന് സ്റ്റോപ്പ് ഉള്ളത്. കേരളത്തിൽ എറണാകുളം വിട്ടാൽ 2 സ്റ്റോപ്പുകൾ മാത്രം. എറണാകുളം, തൃശൂർ, പാലക്കാട്, പൊതന്നൂർ, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, ജോലാർപേട്ടെ, കൃഷ്ണരാജപുരം, KSR ബംഗളൂരു എന്നിങ്ങനെയാണ് വന്ദേ ഭാരത് കടന്നുപോകുന്ന സ്റ്റേഷനുകൾ. ചെയർ കാറിന് 1095 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 2289 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. 8 മണിക്കൂർ 40 മിനിറ്റാണ് സർവീസ് സമയം. ഇനി ഓരോ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് പരിശോധിക്കാം. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോകുമ്പോൾ തൃശൂരിലേക്ക് ചെയർ കാറിന് 293 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 616 രൂപയുമാണ്. പാലക്കാട് 384 ചെയർ കാറിനും 809 രൂപ എക്സിക്യൂട്ടീവ് ചെയർ കാറിനും നൽകണം. തിരികെ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ തൃശൂരിലേക്ക് ചെയർ കാറിന് 1009 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 2110 രൂപയുമാണ്. പാലക്കാട് 876 ചെയർ കാറിന് നൽകിയാൽ 1827 എക്സിക്യൂട്ടീവ് ചെയർ കാറിന് നൽകി യാത്ര ചെയ്യാം. വാർത്തകൾ തുടരുന്നു. തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെയും ഡെപ്യൂട്ടി മേയറായി A. പ്രസാദിനെയും തിരഞ്ഞെടുത്തു. എല്ലാവരുടെയും കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അറിയിച്ചു. തന്നെ മേയറായി തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കോർപ്പറേഷൻ നിയുക്ത മേയർ നിജി ജസ്റ്റിൻ പ്രതികരിച്ചു. തൃശൂരിന്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി കൂട്ടായി പ്രവർത്തിക്കുമെന്നും ദൈവത്തിന് നന്ദിയെന്നും നിജി ജസ്റ്റിൻ പറഞ്ഞു. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ക്രിസ്മസിൻ്റെ ദിനമാണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശം നൽകുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ്. ആ ദിവസം തന്നെ ഇങ്ങനൊരു പദവിയിലേക്ക് എന്നെ തെരഞ്ഞെടുത്തു. പാർട്ടി എത്ര വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തോട് ആദ്യം നന്ദി പറയുന്നു. മാത്രമല്ല
ജില്ലാ കോൺഗ്രസ് ലീഡർഷിപ്പിനോട്, അതുപോലെ തന്നെ സംസ്ഥാന കോൺഗ്രസ് ലീഡർഷിപ്പിനോട്, AICC ലീഡർഷിപ്പിനോട് അടുത്ത 5 വർഷം നമുക്ക് കൂട്ടായ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതായത് പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി കാര്യങ്ങൾ തീരുമാനിച്ച് തൃശ്ശൂർ ജില്ലാ ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു തൃശ്ശൂരിൻ്റെ സമഗ്രമായ അടിസ്ഥാന വികസനത്തിന് ആദ്യം മുൻഗണന കൊടുക്കും. ഒപ്പം തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മറുവശത്ത് അതിനും രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതും എല്ലാ കൗൺസിലേഴ്സിൻ്റെയും കൂടിയുള്ള കൗൺസിലേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കേട്ട് അവരോടുകൂടി ആലോചിച്ച് ലീഡർഷിപ്പ് DCC ലീഡർഷിപ്പുമായി ആലോചിച്ചിട്ടാണ് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം. തിരുവനന്തപുരം BJP മേയർ സ്ഥാനാർത്ഥിയായി മുൻ DGP ശ്രീലേഖ മത്സരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. ശ്രീലേഖയ്ക്കൊപ്പം VV രാജേഷിന്റെ പേരും സംസ്ഥാന നേതൃത്വം സജീവമായി പരിഗണിച്ചിരുന്നു. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. തിരുപ്പിറവിയുടെ ഓർമ്മകൾ ഉണർത്തി ഇന്ന് ക്രിസ്മസ്. സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമായി ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ലോകം. കാലത്തിന്റെ പൂർണ്ണതയിൽ ലോകത്തിൽ പ്രകാശമായി കന്യകയിൽ ജാതനായ അങ്ങയുടെ തിരുക്കുമാരന്റെ ജന്മതിരുനാളിൽ സന്തോഷിക്കുന്ന ഞങ്ങളെ പ്രകാശത്തിന്റെ മാർഗത്തിലൂടെ നയിക്കുകയാണ്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. എല്ലാ പള്ളികളിലും പുതുവസ്ത്രം ധരിച്ച് വിശ്വാസികൾ കുർബാനയിൽ പങ്കെടുക്കാനായി എത്തി. പള്ളികളിലും വീടുകളിലും ഒരുക്കിയ പുൽക്കൂടുകളും നക്ഷത്ര അലങ്കാരങ്ങളും ക്രിസ്മസിനെ വരവേറ്റു. വത്തിക്കാനിലെ സെന്റ് പീറ്റർ ബസിലിക്കയിൽ ലിയോ 14 മാർപ്പാപ്പ തിരുപ്പിറവി ചടങ്ങുകൾക്കും കുർബാനയ്ക്കും കാർമ്മികത്വം വഹിച്ചു. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ലിയോ 14 ആദ്യ ക്രിസ്മസ് ആണ്. ഉണ്ണിയേശുവിന്റെ ജനനപ്രഖ്യാപനത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. അൾത്താരയുടെ മുന്നിലുള്ള ബൈബിൾ പ്രതിഷ്ഠാപീഠത്തിൽ പട്ടിൽ പൊതിഞ്ഞ ഉണ്ണിയേശു രൂപം മാർപ്പാപ്പ അനാവരണം ചെയ്തു. അപരിചിതരോടും ദരിദ്രരോടും ദയ കാണിക്കണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. സഹായം വേണ്ടവനെ അവഗണിക്കുന്നത് ദൈവത്തെ അവഗണിക്കുന്നതിന് തുല്യമെന്നും ദിവ്യബലിയിൽ മാർപ്പാപ്പ പറഞ്ഞു. 6000-ഓളം പേർ ബസിലിക്കയിലെ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷം. 2 വർഷത്തിനു ശേഷമാണ് ആഘോഷം നടക്കുന്നത്. യേശുദേവൻ ജനിച്ച ബത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷം. ഈ ക്രിസ്മസ് രാവിൽ ആയിരങ്ങൾ ഒഴുകിയെത്തി. നേറ്റിവിറ്റി പള്ളിയിലെ പാതിരാ കുർബാനയിലും വിശ്വാസികൾ പങ്കെടുത്തു. ബത്ലഹേമിലെ മാങ്കർ സ്ക്വയറിൽ എല്ലാവരും ഒത്തുകൂടി. ഇസ്രയേൽ ഹമാസ് യുദ്ധകാലത്ത് ഒഴിവാക്കിയ കൂറ്റൻ ക്രിസ്മസ് ട്രീയും തിരിച്ചെത്തി. ഗാസയിലെ യുദ്ധം കാരണം പലസ്തീനിലെ ക്രൈസ്തവർ കഴിഞ്ഞ 2 വർഷമായി ക്രിസ്മസ് ആഘോഷിച്ചിരുന്നില്ല. യേശു ജനിച്ചുവെന്ന് വിശ്വസിക്കുന്ന നഗരമാണ് മാങ്കർ സ്ക്വയർ. കഴിഞ്ഞ 2 വർഷമായി ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദാക്കിയിരുന്നു. ഗാസയിലെ സമാധാനത്തിനുള്ള ആദരസൂചകമായി അവശിഷ്ടങ്ങളും മുള്ളുവേലികളും കൊണ്ട് ചുറ്റപ്പെട്ട യേശുവിന്റെ ജനനരംഗം മാങ്കർ സ്ക്വയറിൽ പ്രദർശിപ്പിച്ചു. ജെറുസലേമിൽ നിന്ന് ബത്ലഹേമിലേക്കുള്ള പരമ്പരാഗത ഘോഷയാത്രയും നടന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.